പരീക്ഷ കുട്ടികൾ SSLCയും +2 ഒക്കെ ആയിട്ട് പരീക്ഷകൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നല്ല ചൂടും പരീക്ഷാ ചൂടും എല്ലാം കൂടി സംഗമിക്കുന്ന ഒരു റമദാനാണ് കടന്നു വരുന്നത്. ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ അവര് പഠിച്ചതിനെ, പരിശീലിച്ചതിനെ, അവരറിഞ്ഞതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒന്നാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാഠഭാഗങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചോ അതെല്ലാം എഴുത്തിലൂടെ തെളിയിച്ച് അവരുടെ കഴിവിനെ പുറത്തെടുക്കുക, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുക, എന്റെ അറിവിനെ പരസ്യപ്പെടുത്തുക. എഴുത്തിലൂടെ അത് ബോധ്യപ്പെടുത്തിയാൽ അവർ വിജയികളായി മാറും. എന്നാൽ പരിശുദ്ധമായ റമദാൻ ഒരു പരീക്ഷണകാലം കൂടിയാണ്. പരീക്ഷയും പരീക്ഷണവുമാണ് പരിശുദ്ധമായ റമദാൻ ശരീഫ്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ റിസൾട്ട് നൽകുന്നു നാളെ. ഈ റമദാൻ കടന്നു വന്നിട്ട് ആരൊക്കെയാണ് അമൽ കൊണ്ട് മുന്തുന്നത് എന്നറിയാനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു മാസം വെച്ചിട്ടുള്ളത്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, ഇന്നല്ലാഹ ജഅല ശഹ്റ റമദാന മിദ്മാറൻ ലിഖൽഖിഹി. അല്ലാഹു തആല ഒരു അറിയാനുള്ള ഒരു മാധ്യമമായിട്ടാണ് റമദാനിനെ വെച്ചിട്ടുള്ളത്. ആരാണ് യസ്തബിഖൂന ഫീഹി ബിത്വാഅതിഹി ഇലാ മർദാതിഹി, അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് റബ്ബിലേക്ക് മുന്നിടുന്നവർ ആരാണ് എന്നൊന്ന് അറിയാനും പരീക്ഷിക്കാനുമുള്ള ഒരു പരീക്ഷണ കാലം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ ശരീഫ് എന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഫസബഖ ഖൗമുൻ ഫഫാസു, അങ്ങനെ നന്മയിലായി മുൻകടന്ന ആളുകൾ അവർ വിജയിക്കുകയും പിന്തി നിന്ന ആളുകൾ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും എന്ന് പരിശുദ്ധമായ ഖുർആൻ നന്മയിലേക്ക്, ആഖിറത്തിലേക്കുള്ള വിജയത്തിന്റെ കാര്യങ്ങൾ പറയുന്നിടത്തെല്ലാം ഉപയോഗിച്ച പദം നിങ്ങൾ ഉളരി വരൂ, മുൻകടന്നു വരൂ, മത്സര ബുദ്ധിയോടുകൂടെ കടന്നു വരൂ എന്ന വാക്കാണ്. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ السماوات والأرض أعدت للمتقين. പരിശുദ്ധമായ ഖുർആൻ, നിങ്ങൾ ഉളരണേ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, പൊറുക്കലിലേക്ക് തേടാൻ, തൗബ നേടാൻ നിങ്ങൾ ഉളരണേ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചത്. അങ്ങനെ തൗബ നേടി റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ചാൽ അതേ നിങ്ങൾക്കുള്ളത് സ്വർഗമാണ്. അർളുഹാ, ആ സ്വർഗത്തിന്റെ വ്യാപ്തി എത്രയാണ്? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളുടെ വിസ്താരമുണ്ട് ആ സ്വർഗത്തിന്. 7 ആകാശവും 7 ഭൂമിയും പരത്തിവെച്ചാൽ എത്ര വിശാലമാണ്! അത്രയും വിശാലമാണ് സ്വർഗലോകമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് അറിയാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തന്നതാണ്. ആകാശവും ഭൂമിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്പമായിട്ട്, അതിന്റെ ഹഖീഖത്തൻ കാഴ്ചയല്ലെങ്കിലും നമുക്കൊരു കാണാനുള്ള ഒരു പരിധിയുണ്ട്. അതിന്റെ വിസ്താരം നമുക്ക് അളക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇത്ര വർഷമായി ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് ഭൂമിയുടെ വിസ്താരം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ 7 ഭൂമി പരത്തിവെച്ചാൽ, 7 ആകാശം പരത്തിവെച്ചാൽ എത്രയാണ് വിശാലത! അങ്ങനെയാണ് സ്വർഗലോകമെന്ന് പരിചയപ്പെടുത്താണ്. അത്തരം സ്വർഗത്തിലേക്ക്, മഗ്ഫിറത്തിലേക്ക് ഉളരണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. സാബിഖൂ ഇലാ മഗ്ഫിറ, വേറെ ആയത്തിൽ കാണാം, നിങ്ങൾ മഗ്ഫിറത്തിലേക്ക് മുൻകടക്കണേ. സബഖ എന്ന് പറഞ്ഞാൽ ഓട്ട മത്സരത്തിലൊക്കെ മുൻകടക്കുന്നതിന് പറയും. അതേ നല്ല മത്സര ബുദ്ധിയോടുകൂടെ അവിടെ ചെല്ലണേ, മഗ്ഫിറത്തിലേക്ക് മുൻകടക്കണേ എന്നാണ്. ഏത് ആഖിറത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇങ്ങനെ പദമാണ് കാണാൻ കഴിയുന്നത്. അതേ സ്വഹാബത്ത് നന്മയിൽ മുന്തിയവരാണല്ലോ, മഗ്ഫിറത്തിന് മുന്തിയവരാണല്ലോ, സ്വർഗം കിട്ടാൻ വേണ്ടി മുന്തിയവരാണല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അഅറാബിയോട്, യഹൂദനോട്, നിങ്ങൾ ഈ മരമൊന്ന് ഈ സാധു മനുഷ്യന് നിങ്ങൾ സ്വതക്ക നൽകണം, അല്ലെങ്കിൽ വിൽക്കണം. ഈ മരമൊന്ന് നിങ്ങൾ അയൽവാസിയായ ഈ മനുഷ്യന് നിങ്ങൾ വിറ്റാൽ പകരം ഞാൻ 10 മരം സ്വർഗത്തിൽ തരാം എന്നുകൂടി പറഞ്ഞപ്പോൾ അയാള് പറഞ്ഞു, തൽക്കാലം അവധി കച്ചവടത്തിന് ഞാനില്ല മുഹമ്മദേ എന്ന്. ഇവിടുന്നുള്ള കച്ചവടം ഉണ്ടെങ്കിൽ ഞാനുണ്ട്, ആഖിറത്തേക്കുള്ള പരിപാടിക്കൊന്നും ഞാനില്ല. പകരം 10 എണ്ണം
സ്വർഗത്തിൽ തരാമെന്നാണ് സ്വർഗത്തിലെ രാജാവ് പറയുന്നത്. അയാൾ അതിനെ തള്ളിയപ്പോൾ ചാടി വീണു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയേ, ഇയാൾക്ക് ഞാൻ 10 നൽകിക്കോളാം എന്റെ തോട്ടത്തിൽ നിന്ന്, പകരം എനിക്ക് സ്വർഗത്തിലെ 10 മരം തരുമോ ഹബീബേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അലച്ചയാണ്, നന്മയിൽ മുൻകടക്കാനുള്ള ആർത്തിയാണ്. ആ ഉടനെ തന്നെ അവിടെ ഇടപെടുകയാണ്. ആ മനുഷ്യനൊക്കെ പറയുന്നു, മുത്തുനബി സമ്മതിക്കുന്നു, തന്റെ തോട്ടത്തിൽ നിന്ന് ഏറ്റവും കൊലയുള്ള നല്ല കായ്കനികളുള്ള മരം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, 10 ഇഷ്ടമുള്ളതെടുത്തോ എന്നാണ്. സ്വർഗത്തിലെ 10 എനിക്ക് കിട്ടുമല്ലോ എന്ന ആശയിലാണ്. സ്വർഗത്തിലേക്കാണ് അല്ലാഹു വിളിക്കുന്നത്, മഗ്ഫിറത്തിലേക്കാണ് അല്ലാഹു വിളിക്കുന്നത്, പാപമോചനം തേടാനാ, പൊറുക്കലിനെ തേടാനാ അല്ലാഹു വിളിക്കുന്നത്. നല്ല നല്ല സമയങ്ങളെ, മാസങ്ങളെ, സാഹചര്യങ്ങളെ നമുക്ക് നൽകുന്നത്. ദുനിയാവിന്റെ കാര്യങ്ങൾ പറഞ്ഞിടത്തൊന്നും ഇങ്ങനെ ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടെ കടന്നു എന്ന് പറയുന്നില്ല. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ജുമുഅക്ക് വന്നോ, വേഗം വന്നോ. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ, വേഗം ഉണരിയിട്ട് വന്നോ. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത്, നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, പിന്നെ വേഗം പോയിക്കോ എന്ന് പറഞ്ഞിട്ടില്ല. നീ അതിന്റെ ആവശ്യങ്ങൾ അന്വേഷിച്ച്, നിന്റെ ഭക്ഷണം തേടി, നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടതിലേക്ക് നീ ഇറങ്ങിക്കോ, ഭൂമിയിൽ സഞ്ചരിച്ചോ, നടന്നോ എന്നാണ്. ചില ആൾക്കാർ നീ ചൂണ് നോക്കണ്ട, അവർക്ക് സലാം വീട്ടിയ ഉള്ളൊരു ഓല ചിലപ്പോ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ എന്നുള്ളത് നേരെ തിരിച്ചിട്ടതാണ്. അവർക്ക് സലാം വീട്ടിയാൽ ഉടനെ പോകണല്ലോ, അത് നോക്കണ്ട. അതൊരു തൗഫീഖ് കിട്ടാത്തതിന്റെ കുറവാണ്. അല്ലാഹു തആല വേഗം വരാൻ പറഞ്ഞത് ജുമുഅക്കാണ്. അവർ വേഗം വരില്ല. ഒരു മൊബൈൽ ഫോൺ നോക്കിയിട്ട് മെല്ലെ ഇങ്ങനെ കടന്നു വന്ന് വാതിന്റെ അവിടെ നിന്ന്, ഗേറ്റിന്റെ അവിടെ നിന്ന് പിന്നെ മെസ്സേജ് ഒക്കെ ഒന്ന് നോക്കാനുള്ളതൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് മിമ്പറും വന്ന് ഖുതുബ് കഴിഞ്ഞിട്ട് വവീർ ഇറങ്ങുന്നുണ്ട്, ഖത്തീബ് ഇറങ്ങുന്നുണ്ട്, എന്നിട്ട് അങ്ങോട്ട് കയറാം. എന്നാൽ പുറത്തെത്തിയാലും അവിടെ ഇങ്ങനെ നിൽക്കുക, എന്നാലും സഫിൽ വന്ന് ഇരുന്നിട്ട് ഖുതുബ് ഒന്ന് കേൾക്കുക, അങ്ങനൊന്നും ആഗ്രഹം ഉണ്ടാവൂല. അവർക്ക് വസ്ഉ എന്നുള്ള പദേ അവർക്ക് പരിചയമില്ല. വേഗം ഉളരി പോണം എന്നുള്ളത് ഒരു മനസ്സിലാക്കിയത് ഖുതുബ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സലാം വിട്ട് ഉടനെ തടി സലാമത്താകണം. അതാണ് റമദാനായാലും നോക്കിയെങ്കിൽ ആ ടീം ഉണ്ടാവും. നോക്കണ്ട, അല്ലാഹു തആല വിളിച്ചത് മുഴുവൻ ഉണരാൻ, ആഖിറത്തിന്റെ വിഷയത്തിലേക്ക് ഉണരാനാണ്. ബാക്കിയുള്ള ദുനിയാവിന്റെ കാര്യം എവിടെയും ഉണരാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് അല്ലാഹുക്ക് അറിയാന്നേ. അതിന് സമ്മതം കൊടുത്താൽ മതി, ഒരു പാസ് കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം ചെയ്തോളൂ. അതാ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് എന്നൊക്കെ പറയാൻ കാരണം അത്ര മതി. സമ്മതം കൊടുത്താൽ തന്നെ ബാക്കി ചെയ്തോളൂ. ആഖിറത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിടത്തെല്ലാം നിങ്ങൾ നല്ല മത്സര ബുദ്ധിയോടെ ഉളരിയിട്ട് തന്നെ ചെയ്യണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ വിശദീകരിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി നമുക്കൊന്ന് മഗ്ഫിറത്ത് തേടി തൗബ ചെയ്ത് കരഞ്ഞ് പറഞ്ഞൊന്ന് ഖൽബ് ക്ലിയർ ആക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. സ്വർഗത്തിലേക്ക് നമ്മൾ പാഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഇത്തരം നല്ല സമയങ്ങളെ, നല്ല രാവുകളെ, നല്ല നല്ല ദിവസങ്ങളെ ഇനിയുള്ളതിനെ സിയാറത്ത് പെരുപ്പിച്ചും ദുആകൾ പെരുപ്പിച്ചും ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചും മഹാന്മാരടുക്കൽ ചെന്നിട്ടൊക്കെ നമ്മൾ നല്ലോണം ദുആ ചെയ്യണം, ദുആ ചെയ്യിപ്പിക്കണം. തൗബ ചെയ്ത് കറകളഞ്ഞ ഖൽബുമായി റമദാനിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണം. നമ്മുടെ പരീക്ഷ നടക്കുന്ന കാലാണ്. കുട്ടിക്ക് SSLC ആണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പരീക്ഷ ഉണ്ട്. ഖുർആൻ നല്ലോണം ഓതാൻ കഴിയുന്നുണ്ടോ എനിക്ക് എന്നൊരു പരീക്ഷണം. 60 ഖത്തം തീർത്ത ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വർഷോനെ ഒരു ദിവസം ഒരു ഖത്തമായിരുന്നു സാധാരണഗതിയിൽ. 60 ഒരു ദിവസം 2 ഖത്തം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് എവിടുന്നാ സമയം കിട്ടിയത്? എവിടുന്നാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടും സമയം കിട്ടുന്നത്? 7 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നവർ, 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് ഓതാൻ കഴിയണം, ഒന്ന് ഒരുങ്ങാൻ കഴിയണം. പരമാവധി ഖുർആനുമായിട്ട് ജോലിയാകണം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാന്റെ പവർ ഉൻസില ഫീഹിൽ ഖുർആനാണ്. അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ്നയിലേക്ക് ഇറക്കിയ ഇറക്കത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഖുർആൻ ഇറക്കി എന്നുള്ളത് കൊണ്ട് പവർ കിട്ടിയ മാസമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് ജോലിയാകേണ്ടത് ഏറ്റവും കൂടുതൽ ഖുർആനോത്തുകൊണ്ടാണ്. പഠിച്ചിട്ടില്ല, അറിയില്ല, പഠിക്കാൻ സമയം കണ്ടെത്തലാണ്. എങ്ങനെയെങ്കിലും ഫാത്തിഹ ക്ലിയർ ആക്കാൻ, ചെറിയ സൂറത്തുകൾ എന്റെ തെറ്റുകൾ തിരുത്തി ഓതി ശരിയാക്കാൻ ഒരു ഉസ്താദിന്റെ മുമ്പിൽ ചെന്നിട്ട് ഓതാൻ, ഇതിനൊക്കെ
അതിനൊക്കെ സമയം കണ്ടെത്തുക, പഠിക്കാൻ സമയം കണ്ടെത്തുക. ഇൽമിന്റെ മജ്‌ലിസ് എവിടെ കണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക. അതിനു വേണ്ടിയിട്ട് മാനസികമായി ശാരീരികമായി ഒരുങ്ങുക. ഖുർആനാണ് നമ്മുടെ ഏറ്റവും വലിയ ഭരണഘടന. അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് അള്ളാഹു നടത്തും പരിശുദ്ധ റമദാനിൽ. അള്ളാഹു തആല നമുക്ക് നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ലക്കൽ ഹംദു യാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ റബ്ബ് യാ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റമദാൻ ഷരീഫിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റബ്ബേ. അതിന്റെ മുമ്പ് തന്നെ ഓരോരുത്തരും പെട്ടെന്ന് മരണപ്പെട്ടു പോണ്. പഠിച്ചവനെ, റമദാനിലേക്ക് ഞങ്ങൾ ആയുസ് നീട്ടിത്തരണേ അല്ലാഹ്. ഒരുപാട് റമദാനെ സ്വീകരിക്കാൻ, അമൽ ചെയ്യാൻ, ഖുർആൻ ഓതാൻ, നോമ്പനുഷ്ഠിക്കാൻ, ഒന്ന് നിസ്കരിക്കാനൊക്കെ അവസരവും ആഫിയത്തും തൗഫീഖും മനസ്സും തൗഫീഖും നൽകണേ അല്ലാഹ്. റബ്ബേ, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ഖുവ്വത്ത് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, മരണപ്പെട്ടു പോയ മിസ്അബ് എന്ന കൂട്ടുകാരനടക്കം ഇവിടെ പേര് വായിച്ച പലരും പഠിച്ചവനെ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, ഭക്ഷണം നൽകിയവർ, സഹായിച്ചവർ സർവർക്കും നീ പൊറുക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ അവരെ വിജയികളിൽ ചേർക്കണേ തമ്പുരാനെ. ഖൈറിന് അവസരം കിട്ടിയവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, അല്ലാഹുവേ, മരണം നന്നാക്കി തരണേ തമ്പുരാനെ. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മരണസമയത്തും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സന്തോഷവും ഇസ്സത്തും റാഹത്തും ഇരുലോകത്തും നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുസ്ലിമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.